കേരള രാഷ്ട്രീയത്തിന്റെ ജാതകം മാറ്റി എഴുതിക്കൊണ്ടാണ് ഇതാ കടന്നു വരികയാണ്. ഇതാ കടന്നു വരികയാണ്. നൂറുകണക്കിന് പ്രവർത്തകർ തോളിലേറ്റി ഈ ചരിത്ര ഭൂമിയിലേക്ക്, ഈ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലേക്ക്, തലസ്ഥാന ജില്ലയുടെ കാർഷിക തലസ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ നെടുമങ്ങാടിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന പ്രതിജ്ഞയോടെ ഈ നെടുമങ്ങാട് നിയോജക മണ്ഡലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ UDF ഗവൺമെന്റ് വരുമ്പോൾ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട KPCCയുടെ പ്രസിഡന്റ് ഞങ്ങൾ ഉറപ്പു തരുന്നു, ഈ നിയോജക മണ്ഡലം 100-ലധികം സീറ്റ് നേടുമ്പോൾ നെടുമങ്ങാടുന്ന ഒരു MLA ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടാകുമെന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ഈ ഗവൺമെന്റ് മാറണം, മാറിയേ തീരൂ. പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ UDF ഗവൺമെന്റ് വരണം എന്നുള്ള ആഗ്രഹമാണ് ജനങ്ങൾക്കുള്ളത്. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എനിക്കറിയാം, കാസർഗോഡ് നിന്ന് തുടങ്ങിയതാണ്. ആ കാസർഗോഡ് തുടങ്ങിയ ജാഥ 7-ാം തീയതി ഇവിടെ സമാപിക്കുകയാണ്. തിരുവനന്തപുരം സമാപിക്കുകയാണ്. ആ സമാപിക്കുമ്പോൾ തീർച്ചയായും അതിവിസ്മയം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ദീർഘമായി പറയുന്നില്ല. നമ്മളെല്ലാവരുടെയും പ്രതീക്ഷയായ നമ്മുടെ നേതാവ് ശ്രീ VD സതീശൻ, സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രീ NK പ്രേമചന്ദ്രൻ MP, ശ്രീ അടൂർ പ്രകാശ് MP, ശ്രീ VK ശ്രീകണ്ഠൻ MP, DCC പ്രസിഡന്റ് ശ്രീ DCC പ്രസിഡന്റ് ശ്രീ N ശക്തൻ, ശ്രീമതി ഷാനിമോൾ. സ്വീകരണം പിന്നീട് സ്വീകരണത്തിന് പിന്നെ ക്ഷണിക്കാം. ദയവേത് സ്നേഹമുള്ള നെടുമങ്ങാട് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ, നേതാക്കന്മാരെ, ഒരു ദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാനും കിടക്കുന്നില്ല. നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ 10 വർഷമായി കണ്ടക ശനി പിടിച്ച് നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് കഴിഞ്ഞ 6-ാം തീയതി നമ്മുടെ അഭിമന്യനായ നേതാവ് ശ്രീ VD സതീശൻ കേരളത്തിലെ മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള പുതുയുഗ യാത്രയായി ഇവിടെ ഇന്ന് എത്തിയിരിക്കുന്നു. ഞങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ശ്രീ VD സതീശൻ കാലുകുത്തിയതോടുകൂടെ പുതുയുഗ യാത്ര UDFന്റെ ഭരണത്തിലേക്കുള്ള വിളംബര യാത്രയായി മാറിയിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സന്തോഷമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ്. കേരളത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ 100 സീറ്റിലധികം UDF നേടിയെടുത്തുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അതിന്റെ തുടക്കമാണ് നമ്മൾ കുറിച്ചിരിക്കുന്നത്. 2ാം പിണറായി വിജയന്റെ 4 വർഷം പിന്നിടുമ്പോ കേരളത്തിലെ സ്ഥിരലാവണങ്ങളിൽ നിയമിക്കേണ്ട 1,80,000 തസ്തികകളിൽ പാർട്ടി ഓഫീസുകൾ മുഖാന്തരം പിൻവാതിൽ നിയമനം നടത്തിയെന്ന് കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള മുഴുവൻ ദിനപത്രങ്ങളും തലവാചകത്തോടുകൂടി വാർത്ത പ്രസിദ്ധീകരിച്ചു. മെറിറ്റോടുകൂടി പാസ്സാകുന്നവർ, ഫസ്റ്റ് റാങ്ക് കിട്ടുന്നവർ, അവർക്ക് സർക്കാർ സർവീസിൽ, അർദ്ധ സർക്കാർ സർവീസിൽ, പൊതുമേഖലാ സർവീസിൽ ജോലി ലഭിക്കുന്നില്ല. ജോലി ലഭിക്കുന്നത് പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച്. അവിടെയാണ് ഉയർന്നു വരുന്ന ചോദ്യം. വിദ്യാഭ്യാസവും തൊഴിലും പുതുതലമുറയ്ക്ക് അന്യമായി കൊണ്ടിരിക്കുന്നു. സർവീസ് സഹകരണ ബാങ്കുകൾ പോലും കയ്യും കാലിട്ട് അടിക്കുകയാണ്. അവിടെ ചെന്നാൽ ഈ ജില്ലാ ബാങ്കിന്റെ അപ്പച്ചായിരുന്നല്ലോ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക്. അന്ന് ജില്ലാ ബാങ്ക് പ്രസിഡന്റൊക്കെ വരുന്നത് വലിയൊരു അധികാരിയെ പോലെ വരുന്നത്. അവിടെ
അവരുടെ കാര്യം പോട്ടെ, മിനിസ്റ്റർ എന്നാൽ പോലും അവിടെ വലിയ കാര്യമൊന്നുമല്ല. അവിടെ റിസർവ് ബാങ്കിന്റെ കൈ കൊണ്ട് കൊടുത്തു. എല്ലാറ്റിനും ഒരു കേരള കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയുന്ന ഒരു ഗവൺമെന്റാണ്. 14 ജില്ലാ ബാങ്കുകളുടെയും ലൈസൻസ് റിസർവ് ബാങ്കിന് തിരിച്ചു കൊടുത്തു. എന്നിട്ടെന്തിനാ നിങ്ങൾ അവരെ കുറ്റം പറയുന്നത്? പക്ഷേ നമ്മുടെ UDFന്റെ കരുത്തുള്ള ബാങ്കായ മലപ്പുറം ബാങ്ക് കേസ് നടത്തിക്കൊണ്ടിരിക്കുക. 13 ലൈസൻസ്, ബാങ്കിങ് ലൈസൻസ് ഓടിച്ചെന്നാൽ കിട്ടുന്നതല്ല. ഈ 13 ലൈസൻസും തിരിച്ചു കൊടുത്ത ഒരു ഗവൺമെന്റാണ് നമ്മുടെ പിണറായി വിജയൻ ഗവൺമെന്റ്. അദ്ദേഹം സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റൊക്കെ ആയി. കേരള ബാങ്കിന്റെ സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ, ഞാനിത് വിശദമായിട്ട് പറയാത്ത എന്തായാലും ഇന്ന് ഇവിടെ സഹകരണം പ്രസംഗിക്കാം. കേരള ബാങ്ക് എന്നൊരു ബാങ്കേ ഇല്ല. നമ്മുടെ നാട്ടിൽ എപ്പോഴും നമ്മൾ കുട്ടികളെ ഓമന പേരിട്ട് വിളിക്കും. സ്കൂളിൽ ചേർത്ത പേര് സുരേഷ് കുമാർ എന്നായിരിക്കും, പക്ഷെ വീട്ടിൽ വിളിക്കുന്ന കുട്ടപ്പൻ എന്നായിരിക്കും. അതുപോലെ പിണറായി വിജയൻ വിളിക്കുന്ന ഒരു ഓമന പേരാണ് ഈ കേരള ബാങ്ക്. അങ്ങനെ ബാങ്ക് ഇല്ല. വേറെ മനസ്സിലായി ഒന്നുമില്ല. പരസ്യം മാത്രമേ ഉള്ളൂ. ഉള്ളത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. 1956 രൂപീകരിച്ച കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന് മാത്രമേ ലൈസൻസ് ഉള്ളൂ. കേരള ബാങ്കിന് ലൈസൻസ് ഇല്ല. ലൈസൻസ് ഇല്ലാത്ത ബാങ്കിന് നമ്പർ 1 എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. CPM-ന് വേണ്ടി പ്രവർത്തിക്കുകയും ആ പാർട്ടിക്ക് വേണ്ടിയും ആ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള G. സുധാകരന് പോലും തന്റെ ജീവിതാന്ത്യത്തിൽ ആ പാർട്ടിയോട് ഇത്രയും അധികം വെറുപ്പും വിദ്വേഷവും ഇപ്പൊ തോന്നുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, G. സുധാകരന് പോലും വിദ്വേഷം തോന്നുന്ന ആ പാർട്ടിയോട് ഈ നാട്ടിലെ സാധാരണക്കാരൻ ഇപ്പോൾ തോന്നുന്ന വികാരം എന്തായിരിക്കുമെന്ന് 60 ദിവസങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്ന, ഇനി 60 ദിവസവും ഇല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഈ സർക്കാരിനെ ബോധ്യപ്പെടുത്തും. വലിയ ജനവിരോധം നേരിടാൻ പോവുകയാണ്. അത് കേരളത്തിൽ G. സുധാകരൻ മാത്രമല്ല, നാളെ പാലക്കാടും ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പ്രവചനാത്മകമായി ഒന്നും പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ CPM-ന്റെ ഏറ്റവും വലിയ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ മുഴുവൻ 3 എണ്ണം, ഒന്ന് ആലപ്പുഴയാണെങ്കിൽ, മറ്റൊന്ന് പാലക്കാടാണെങ്കിൽ, മറ്റൊന്ന് കണ്ണൂരാണ്. കണ്ണൂരിൽ ഇപ്പോ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിനെ നേരിടാൻ പഴയ ആരോഗ്യമന്ത്രിയെ പറഞ്ഞയക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശൈലജ ടീച്ചറോട് പിണറായി വിജയൻ ഇത്രയും വലിയ വിരോധം വരാൻ എന്താണ് കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ ഓട്ടോറിക്ഷ ഇടിച്ച് മരിക്കുന്നതിനേക്കാൾ ഭേദം എയർക്രാഫ്റ്റ് അപകടത്തിൽ മരിക്കുന്നതാണെന്ന് ശൈലജ ടീച്ചർ കൂടി അങ്ങ് തീരുമാനിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും പേരാവൂരിലെ ജനവിധിയൊക്കെ വളരെ വ്യക്തമാണ്. ആ ജനവിധി എന്ന് പറയുന്നത് ബഹുമാനായിട്ടുള്ള KPCC പ്രസിഡന്റ് വോട്ടെണ്ണി കഴിയുമ്പോൾ 10,000ങ്ങളുടെ ഭൂരിപക്ഷത്തോടുകൂടി അത്യുജ്വലമായ വിജയത്തിൽ കേരളത്തിന്റെ നിയമസഭയിലെത്തും. ഒരു തർക്കവും വേണ്ട. 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ച 400 രൂപ കൂട്ടി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മലയാളിയെ പരീക്ഷിക്കുന്നു. മലയാളി എന്ത് ചെയ്ത് 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ടു. നേരെ പോളിംഗ് ബൂത്തിൽ പോയി UDF-ൽ ഒട്ടി. ഇല്ലേ? അവർക്കറിയാം ഈ 5 കൊല്ലത്തെ പെൻഷൻ തരാന്ന് പറഞ്ഞ് പറ്റിച്ച് 2 മാസം പെൻഷൻ തന്നുള്ളൂ. ഇനി അടുത്ത 5 കൊല്ലത്തെ പെൻഷൻ കൊടുക്കേണ്ടത് UDF സർക്കാരാണ് എന്നവർക്ക് തിരിച്ചറിയാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഈ കേരളത്തിനെ മാറ്റും. നിശ്ചയദാർഢ്യത്തോടു കൂടി ഞാൻ പറഞ്ഞതുപോലെ ലക്ഷ്യബോധത്തോടു കൂടി നമ്മളെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ള ഒരു കേരളം അതിവിടെ ഉണ്ടാകും. ഈ ദുർഭരണത്തിന് അവസാനമാകും. 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക്. ടീം UDF. നെടുമങ്ങാട്, നമുക്ക് നഷ്ടപ്പെട്ട നെടുമങ്ങാടിൽ ഒരു UDF MLA ഉണ്ടാവുമോ? ഉറപ്പ് പറ. ആ ഉറപ്പ് സ്വീകരിക്കുന്നു. അതിനുവേണ്ടി ഇന്നു മുതൽ കഠിനാധ്വാനം ചെയ്യണം, പോരാളികളെ പോലെ. അത് ഞാൻ നിങ്ങളെ ആ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ ഈ ഉജ്ജ്വലമായ സ്വീകരണം ഹൃദയത്തിൽ സൂക്ഷിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കും. നിന്നോട്ടെ.
ബഹുമാനരെ, നെടുമങ്ങാട് നിയോജകമണ്ഡലത്തിലെ UDF പ്രവർത്തകർ നൽകിയ ആവേശോജ്വലമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്.